ഫസ്റ്റ് ഹാഫ് നല്ല അനിരുദ്ധ് കത്തിച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ ആ ഒരു മ്യൂസിക്കില് നമ്മൾ ഇതിലൊക്കെ സ്പോട്ടിഫൈയിലൊക്കെ കേട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ സ്പോട്ടിഫൈയിൽ ഐ തിങ്ക് യൂട്യൂബിലൊക്കെയാണ് മ്യൂസിക് കേട്ടിട്ടുള്ളൂ. അപ്പോൾ തിയേറ്റർ വന്ന് കേട്ടപ്പോൾ അതൊരു ക്രൗഡിലുള്ളപ്പോൾ നൈസാണ്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാൻ വേണ്ടി. എങ്ങനെയുണ്ട് ലോകേഷിന്റെ ആഴ്ചപ്പടം? കൊള്ളാം, അത്യാവശ്യം കണ്ടിരിക്കാം. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. എന്താ സ്റ്റോറി വൈസ് നോക്കുമ്പോ എങ്ങനെയുണ്ട്? സ്റ്റോറി വൈസും കുഴപ്പമില്ല, ആ ട്രെയിലറിൽ കാണുന്ന പോലെയൊക്കെ തന്നെ. അനിരുദ്ധ് BGM വൈസ് അടിപൊളിയാണ്. മൊത്തത്തില് പടം അടിപൊളി. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം. എങ്ങനെയുണ്ട് ലോകേഷിന്റെ ആക്ടിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഡയറക്ടറിന്ന് ആക്ടിങ് വൈസ് ആയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും മനസ്സിലാകുന്നില്ല. അനിരുദ്ധ് എങ്ങനെയുണ്ട്? നമുക്ക് ഗൂസ് ബംസ് തന്നെ ഒരുപാടുണ്ട്. ഡി.സി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ആ പടത്തിന്റെ ഒരു ഐക്കോണിക് മ്യൂസിക് ഉണ്ട്. അത് വരുമ്പോഴത്തേക്കും തിയേറ്റർ തകർക്കുവാണ്. മാർക്കോ വെല്ലുന്ന വയലൻസ് അതങ്ങ് വിചാരിച്ചാൽ മതി. ആ ഒരു വയലൻസ് ഇഷ്ടമുള്ളവർക്ക് വരാം. ആ വയലൻസിന്റെ കിടിലം കേടിയാണ് തിയേറ്ററിൽ. അതിന്റെ ഐക്കോണിക് ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഫോളോ ചെയ്യുന്നവർക്ക് ആ ഒരു മ്യൂസിക് ഒന്നും പോകണ്ടല്ലോ, തിയേറ്റർ തകർക്കുമായിരുന്നു. കിടിലം പടം കേട്ടോ. എങ്ങനെയുണ്ട് ലോകേഷ്? ഞാൻ അവിടെ ലോകേഷ് അത്ര പെർഫോമൻസ് കാണിക്കില്ലെന്ന് വിചാരിച്ചു, പക്ഷെ ലോകേഷ് കിട്ടിലായിട്ടുണ്ട്. അത്യാവശ്യം നൈസായിരുന്നു. ലൈക്ക് കൂടുതലും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡയറക്ടറിന്ന് ആക്ടിംഗ് വൈസ് വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഇത്രയും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. വളരെ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ലൊക്കേഷന്. അനിരുദ്ധിന്റെ BGM എങ്ങനെ? അതാണ് മെയിൻ. ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടപ്പോൾ അനിരുദ്ധിന്റെ ഒരു മ്യൂസിക് അത് നൈസായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിനാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മ്യൂസിക്കിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് പറയാന്ന് വെച്ചാൽ ലോകേഷ് കനകരാജിന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഞാൻ നമുക്ക് മോശമാണെന്നും പറയാൻ പറ്റില്ല, നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്തായാലും ബോറൊന്നും അടുപ്പിക്കില്ല. നമുക്ക് എന്തായാലും തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള. സ്റ്റോറി വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി വൈസ് എന്ന് പറയുമ്പോൾ സ്റ്റോറി സത്യമാണ് ഇതിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ ഒരു എങ്ങനെ പറയാം, കറക്റ്റ് സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും എന്താണ് ബാക്കിയുള്ളത് എന്നുള്ളത് കാണിക്കുന്നത്. സ്റ്റോറി വൈസ് അവർ എടുത്തേക്കുന്ന ബേസ് കൊള്ളാം. അവരെടുത്തേക്കുന്ന കാര്യങ്ങൾ മീൻസ് പണ്ട് ഇതൊക്കെ നടന്നൊരു കാര്യമായിരിക്കാം, അതിൻ്റെതായിരിക്കാം. എന്താണ് തോന്നുന്നത്? BGM എന്ന് പറയുമ്പോ അതിന്റെ ഒരു സീൻ ഉണ്ട്, അത് മസ്റ്റ് വാച്ച് ചെയ്യണം. അവിടെ വന്നിട്ട് അതിലങ്ങോട്ട് ഇറങ്ങും എല്ലാം.